നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യനിർമ്മാണ കമ്പനികളും ഇത് അറിഞ്ഞിട്ടില്ല. അച്യുതമേനോന്റെ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വന്നാൽ ടെൻഡർ ചെയ്യണമോ? അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഡിസ്റ്റിലറികൾ തുടങ്ങേണ്ട സമയം വന്നപ്പോൾ അന്ന് ടെൻഡർ ക്ഷണിച്ചിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അന്നാണ് 1999 ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനകത്ത് CPI തങ്ങളുടെ അഭിപ്രായം പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. പ്ലാച്ചിമട സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന രണ്ട് കക്ഷികളാണ്. ഒന്ന് CPIയും മറ്റൊന്ന് വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും. വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഒരു അക്ഷരം പറഞ്ഞ് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ CPI ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവരുടെ ഈ രണ്ട് പാർട്ടികളെയും നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ആ സമരത്തിന് അന്ന് ഇവരോടൊപ്പം തന്നെയായിരുന്നു CPM ഏതായാലും ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് കമ്പനിയോടൊപ്പമാണ്, ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡിനോടൊപ്പമാണ് തെളിയിച്ചിരിക്കുന്നത്. CPIയും JDUവും തങ്ങളുടെ അഭിപ്രായം JDU അല്ലെന്താണ് RJDയും ഇതുവരെ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും ഈ എലപ്പുള്ളിയിൽ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പഞ്ചായത്തിന്റെ പോലും അഭിപ്രായം തേടാതെ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. നാളെ ഞാൻ എലപ്പുള്ളി സന്ദർശിക്കുന്നുണ്ട്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകിട്ടാണ് പരിപാടി. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും, സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇതിനോടൊപ്പം അണിനിരക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എത്തനോൾ ഉൽപാദനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അത് മൂന്നാം ഘട്ടത്തിലേ വരുന്നുള്ളൂ. അതിനു മുമ്പ് വൻതോതിലുള്ള ജലചൂഷണം നടത്തി കർഷകർക്കും സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പദ്ധതി അവിടെ കൊണ്ടുവരുന്നതിനെതിരായ ജനവികാരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ചോദിക്കുന്നത് ടാറ്റ ഒരു കമ്പനി തുടങ്ങാൻ വന്നാൽ അത് അനുവദിക്കേണ്ടതാണ്. ടാറ്റയും ബിർളയ്ക്കും ഒക്കെ സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾ പറ്റി പാരമ്പര്യം അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏത് കുത്തക മുതലാളിയെ ക്ഷണിച്ചു വരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറിയെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ്. ഏതായാലും ബ്രൂവറി ഡിസ്റ്റിലറികൾ 2018 തുടങ്ങാൻ ആഗ്രഹിച്ചത് നടക്കാതെ പോയത് ഇപ്പോൾ ലീഗലൈസ് ചെയ്ത് അതിനേക്കാൾ വലിയ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് ജനതാൽപര്യമല്ല, ജനങ്ങളുടെ സംസ്ഥാനത്തിന്റെയോ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വൻ അഴിമതിക്ക് വഴി തുറക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായി തന്നെ എതിർക്കുന്നത്. ഞങ്ങൾ പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ട് പോകും. ഈ പദ്ധതി പിൻവലിക്കുന്നത് വരെ ഉള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. 2018 ഞാൻ പറഞ്ഞല്ലോ, വെള്ളക്കടലാസിൽ എഴുതി വാങ്ങി ആരോരും അറിയാതെയാണ് കൊടുത്തത്. അന്ന് അതുകൊണ്ട് പിൻവലിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ആരോരും അറിയാതെ ഈ കമ്പനി എങ്ങനെ വന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ? പണ്ട് ഞാനതാണ് അച്യുതമേനോന്റെ കാലത്തെ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഡിസ്റ്റിലറികൾ അറിഞ്ഞോ? അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഡിസ്റ്റിലറി ഇവരെ മാത്രം എങ്ങനെ തന്നെ ഇവരെ മാത്രം ആര് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു? ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൻതോതിൽ ജലചൂഷണം ഉണ്ടാകാൻ പോകുന്ന, കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന, സാധാരണക്കാർക്ക് പ്രയാസം ഉണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതിയാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊക്കക്കോള കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി എത്രയോ ദിവസം അവർ സമരം ചെയ്തു. ആ കമ്പനി എത്ര കോടി രൂപയുടെ അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് ആ സമരത്തിന് പോയത് തെറ്റാണെന്ന് പിണറായി വിജയൻ പറയണ്ടേ? മുഖ്യമന്ത്രി പറയണ്ടേ?
അത് പറയുന്നില്ലല്ലോ. എത്രായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്? എന്താ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതിയോ? ആളുകൾ പണം മുടക്കാൻ വരുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണ്ടേ? കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ നോക്കണ്ടേ? അവിടെ മഴ കിട്ടുമെന്നാ പറയുന്നത്. എവിടുന്ന് മഴവെള്ളം കിട്ടും? നല്ല മഴവെള്ളം സംഭരിച്ച് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? ഇത് ആരോടാ പറയുന്നത്? അതുകൊണ്ട് സർക്കാരിന്റെ ഈ നിലപാട് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമാണ്. ഈ നടപടികൾക്കെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അല്ല, വ്യവസായങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഇതുപോലെ ജലചൂഷണം നടത്തുന്ന കമ്പനികൾക്ക് കൊടുക്കുന്നതിനാണ് എതിര്. അതിന് വ്യവസായം ഇപ്പൊ കിൻഫ്ര പ്രാക്കിൽ അവിടെ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ, അതിനാരും എതിർക്കുന്നുണ്ടോ? ഇത് വൻതോതിൽ ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിയാണ്. അത് പ്രത്യേകിച്ച് എവിടെ? പാലക്കാട്, കഞ്ചിക്കോട്, പുതുശ്ശേരി, പ്ലാച്ചിമട തുടങ്ങിയിട്ടുള്ള ചിറ്റൂർ ഈ മേഖലകളൊക്കെ കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. അതുകൊണ്ടല്ലേ എതിർക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതൊരു വൻ അഴിമതിക്ക് കളമൊരുക്കുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നത്. BJP രണ്ട് തട്ടാണെന്നാണ് ഞാൻ വാർത്തകൾ വായിച്ചത്. ഒരു ആൾ പറയുന്നു അത് വേണം, ശിവരാജൻ പറഞ്ഞു വേണമെന്ന്, മറ്റൊരു പറയുന്നു വേണ്ട. അതെന്താണെന്ന് എനിക്കറിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഒന്ന്, പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിട്ടില്ല. രണ്ട്, ജലചൂഷണം. സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ ഇപ്പൊ അവിടെ വെള്ളം കിട്ടുന്നില്ല. ആ സന്ദർഭത്തിൽ ഭൂഗർഭജലം ഏറ്റവും താഴെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ തവണ 2018 മദ്യനയത്തിൽ മാറ്റം വരുത്താതെ കൊണ്ടുവന്നു, ക്യാബിനറ്റിൽ കൊണ്ടുവന്നില്ല, ഇവർക്ക് ഭൂമിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പിൻവലിക്കേണ്ടി വന്നേ. 2018 ഞാൻ ബ്രൂവറി വിഷയം കൊണ്ടുവന്നപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോഴും എന്റെ കേസ് നിൽക്കുകയാണ്. അതിന് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്നുള്ള ആ കേസ് ഞാൻ ആദ്യം ഗവർണർക്ക് ഞാൻ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണം. ഗവർണർ അനുമതി നിഷേധിച്ചു. ഞാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയി. കാരണം ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇതിന് അന്വേഷിക്കണം. അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണമെന്ന നിയമം വന്ന് 2018 അതിനു മുമ്പ് നടന്ന സംഭവമാണ്. അത് വിജിലൻസ് കോടതി അംഗീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ അനുവാദം തന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയി അതിന്റെ സ്റ്റേ വാങ്ങി. ഇപ്പോഴും ആ സ്റ്റേ നിൽക്കുക. അപ്പോൾ ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള കേസ്. കോടതി ക്ലോസ് ചെയ്തിട്ടില്ല. ആ സന്ദർഭത്തിലാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, അനുവാദം കൊടുക്കുന്നു. അപ്പോൾ 2000 പറ്റിയ അമളി ഉണ്ടാകാതെ അതിന് പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് താല്പര്യമാണ്? ജനങ്ങളുടെ താല്പര്യമാണ് ഇത്. ജലചൂഷണമുണ്ട്, പരിസ്ഥിതി പ്രശ്നമുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായ ഒരു അഴിമതിക്ക് കളമൊരുക്കുകയാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അല്ല, അനുമതി കൊടുത്തിട്ടുള്ളല്ലോ. ഇതിങ്ങനെ ആരോരും അറിയാതെ അതീവ രഹസ്യമായി ഇങ്ങനെ ഒരു കമ്പനിക്ക് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഡൽഹി മദ്യ കേസിൽ പ്രതികളായിട്ടുള്ള കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്നത് ആരാണ്? അല്ലേ പറയട്ടെ. ആ പ്രൊജക്ട് വെച്ചാൽ ശരവേഗത്തിൽ ആ പ്രൊജക്ടിന് അംഗീകാരം കൊടുക്കേണ്ട എന്താവശ്യമാണുള്ളത്? നമുക്കറിയാമല്ലോ, നാട്ടിലൊരു ചെറിയ പെട്ടിക്കട തുടങ്ങാനുള്ള അനുവാദം പോയാൽ എത്ര മാസം എടുക്കും? അതെ, അത് സത്യമാണ്. അതിപ്പോ തെളിയിച്ചിരിക്കുകയാണല്ലോ. അതിപ്പോ ശരവേഗതയിൽ ഞങ്ങൾ ആരും വ്യവസായങ്ങൾക്കെതിരൊന്നുമല്ല. ഇത് ഞങ്ങൾ ഇവിടെ വ്യവസായങ്ങളെ പൂട്ടിക്കുകയും വ്യവസായങ്ങൾക്കെതിരെ നിന്നിട്ടുള്ള പാർട്ടി CPM ആണ്. ഞങ്ങളല്ല. അത് നല്ലതാണ്. അത് നല്ലതാണ്. ഒരു കാരണവശാലും വിശ്വസിക്കില്ല. കാരണം അങ്ങനെ ജലചൂഷണം ഉണ്ടാകാതെ ആ കമ്പനി മുന്നോട്ട് പോവില്ല.
അവിടെ വെള്ളമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ജലം കിട്ടുന്നത്? മഴവെള്ളത്തിൽ ചെയ്യുമെന്നാ പറയുന്നത്. മഴയുള്ള പ്രദേശമല്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴവെള്ളം കിട്ടുന്നത്? കരാറിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ. അതിന് റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി റെയിൻ ഷാഡോ റീജിയൻ ആണോ ഇത് ചെയ്യേണ്ടത്? അവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശമാണ്, അവിടെ മഴ നിഴൽ പ്രദേശമാണ്. അവിടെ പാലക്കാട് പോലെ നമുക്കറിയാമല്ലോ, അവിടുത്തെ ചൂട് എത്രമാത്രം വലുതാണ്, എത്ര ഹീറ്റ് ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭമായി തന്നെ ഞങ്ങൾ മുന്നോട്ട്. ഞാൻ പറഞ്ഞു അഴിമതി ഇടതുമുന്നണിയുടെ ജനിത ഇതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ ഞാനത് പറയാൻ കാരണം ലാവലിനും പോലുള്ള എത്രയോ അഴിമതികൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് LDFന്റെ ജി എന്ന് പറയുന്നത് അഴിമതിയിലാണെന്ന് പറഞ്ഞത്. ലാവലിൻ കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ്. എത്ര കോടി രൂപയുടെ കേസാണ്. അതുപോലുള്ള എത്രയോ അഴിമതികൾ ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് തിരിച്ചു പുള്ളി ഒരു മറുപടി പറഞ്ഞതാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കെ സുധാകരൻ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ മാറ്റം വേണമെങ്കിൽ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരും. അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതല്ലേ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പം അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. മാധ്യമങ്ങളിലല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല. പിന്നെ മാറ്റണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത് നമ്മളാരും അല്ല. അത് നിങ്ങളല്ലേ പറഞ്ഞത്, ഞങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങൾ പറയല്ലേ. അല്ല, ACC നേതാക്കളെ ഞാൻ ഇപ്പം എന്നെ പുള്ളിക്ക് അതാണ് ദീപാദാസ് മിഷൻ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടേ? അത് ഞങ്ങൾ എന്താ സംസാരിച്ചത് നിങ്ങൾക്കറിയില്ലോ എന്ന് അവരൊരിടത്തും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയുന്നത് FPCC പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും, പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. ഇപ്പൊ പാർട്ടി ഗ്രൂപ്പ് ഒന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ സർവേ നടത്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു മീറ്റിങ്ങിനകത്തൊരു അഭിപ്രായം പറയുന്നതാണ്. അതിനകത്ത് ഈ ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട കാര്യമില്ല. അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. താങ്ക് യു.